നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെ ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പുറത്തു വന്നത് മഞ്ഞുമലയുടെ ഒരു അംശം മാത്രമാണ്. ശബരിമലയിലെ കൊള്ള മാത്രമാണ് ഇപ്പോൾ നമ്മൾ പുറത്തു വന്നത്. ചോറ്റാനിക്കരയിലും ഇത്തരം ഒരു കൊള്ള നടത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഗുരുവായൂരിലെ കണക്കിന് പറയാതിരിക്കുകയാണ് മെച്ചം. ഗുരുവായൂരിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് അറിയില്ല. ഇനി ഏതെങ്കിലും ഒരു അന്വേഷണം വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രങ്ങളുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിന്റെ കീഴിലുണ്ട്. പക്ഷേ വരുമാനമുള്ള ക്ഷേത്രങ്ങളും സ്വർണവും ശേഖരവുമുള്ള ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കടന്നു കയറാൻ കഴിയാത്തത് കൊണ്ട് മാത്രം അത് കൊള്ളയടിക്കപ്പെടാതിരിക്കുന്നു എന്ന തോന്നൽ നമുക്കുണ്ടാകുന്നു. കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ശബരിമലയിലെ സ്വർണ്ണ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതാണ്ട് 30 കോടി രൂപയുടെ സ്വത്ത് 2020 ശേഷം ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 30 കോടി രൂപയുടെ സ്വത്തുണ്ടെന്നാണ് SIT ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഇപ്പോഴുള്ള ഒരു അറിവ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴക്കൂട്ടം മേഖലയിൽ, മലയിൻകീഴ്, ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ ഭൂമിയും മറ്റും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും ഇത് സംബന്ധിച്ച് ഏതാണ്ട് 2020 ശേഷമാണ് ഇതെല്ലാം സ്വന്തമാക്കിയിട്ടുള്ളത്. കേരളത്തിലെ സ്വത്തുക്കൾ എല്ലാം തന്നെ ബിനാമി പേരുകളിലാണ്. അവരുടെ സഹോദരി അടക്കമുള്ളവരുടെ പേരുകളും ബാംഗ്ലൂരിൽ ഭാര്യയുടെ പേരിലും രമേശ് റാവുവിന്റെ പേരിലും ഒക്കെയാണ് ഈ സ്വത്തുക്കൾ ഉള്ളത് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച മൊഴി നൽകിയതും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കഴക്കൂട്ടം, മലയൻകീഴ് സബ് രജിസ്റ്റർ ഓഫീസുകളിലായി നിരവധി ഭൂമി രജിസ്ട്രേഷനുകൾ നടത്തിയിട്ടുള്ളതായി SIT ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ലഭിച്ച പണം ഉപയോഗിച്ച് ഭൂമി അടക്കമുള്ള ആസ്തികൾ ഉണ്ടാക്കാനായി അതിനുവേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആവശ്യക്കാർക്ക് വട്ടപ്പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന രീതി വരെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പണം കൊടുത്ത് അവരുടെ അടവ് മുടങ്ങിയാൽ അവരുടെ ഭൂമി അടക്കം എഴുതി വാങ്ങിച്ചുകൊണ്ടാണ്, അത് എഗ്രിമെന്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള വട്ടിപ്പലിശയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ വട്ടിപ്പലിശയിൽ അത് ഏതെങ്കിലും തരത്തിൽ അത് തടസ്സപ്പെട്ടാൽ ഉടൻ തന്നെ വസ്തു കൈക്കലാക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പുരോഹിതൻ ചെയ്യരുതാത്ത എല്ലാ പ്രവർത്തികളും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്ക് കിട്ടിയ ഒരു വിവരം അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലെ ഒരു ക്ഷേത്രത്തിലായിരുന്നു ജോലി ചെയ്തിരുന്ന ആദ്യഘട്ടത്തിൽ. അന്ന് വലിയ കുഴപ്പക്കാരനായിരുന്നില്ല. എന്നാൽ അയാളുടെ ആദ്യ ഭാര്യ മരണപ്പെടുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അതൊരു കൊലപാതകമാണോ അതുപോലെ സംശയമുള്ള ഒരു മരണമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം എനിക്ക് ബാംഗ്ലൂരിൽ നിന്നും മനസ്സിലാക്കിയ കാര്യമാണ്. ബാംഗ്ലൂരിൽ ഈ ക്ഷേത്രത്തിൽ പോയിരുന്ന ഒരു ഭക്ത എന്നോട് പറഞ്ഞ കഥയാണ്. അതിനുശേഷം അവരുടെ മരണം ഈ പണം ഉപയോഗിച്ച് തേച്ചു മായ്ച്ചു കളയുകയായിരുന്നു, കേസൊന്നും ആക്കാതെ. 7 വർഷത്തിനുള്ളിൽ മരണപ്പെട്ടാൽ കേസുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പാണ്. പക്ഷെ അതൊന്നും ഉണ്ടാക്കാതെ അത് തേച്ചു മായ്ച്ചു കളയുകയും പിന്നീട് ഇയാൾ മറ്റൊരു വിവാഹം കഴിക്കുകയുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അയാളുടെ ഇപ്പോഴത്തെ ഭാര്യയും ഇയാളുടെ എല്ലാ പ്രവർത്തികൾക്കും കൂട്ടുനിൽക്കുന്ന ഒരാളാണ്. എന്നാൽ ആദ്യ ഭാര്യ അങ്ങനെ ആയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ഉന്നതർക്കുമൊക്കെ ചില ഉന്നത സമ്മാനങ്ങൾ നൽകി അവരുടെ പ്രീതി പിടിച്ചു പറ്റുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ശബരിമലയിൽ എത്തുന്ന കോടീശ്വരന്മാർക്ക് താമസം, ഭക്ഷണം, ദർശനം ഇവയെല്ലാം ഒരുക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അവരെയും പ്രീതി പറ്റുക, ഇങ്ങനെയാണ് ഓരോ പരിപാടികൾ ഈ പോറ്റി ചെയ്തിരുന്നത്. ശബരിമലയിലെ പ്രസാദവും പാനകവുമായി വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഇവരുടെ വീടുകൾ സന്ദർശിച്ച് അവരുടെ ആത്മബന്ധം സ്ഥാപിച്ചാണ് പല പദ്ധതികളിലേക്കും ഇവരെ സ്പോൺസർമാരാക്കി മാറ്റിയെടുക്കുന്നത്. ശബരിമലയിൽ പൂജിച്ച ചരട് ശതകോടീശ്വരന്മാരുടെ കൈകൾ കൊണ്ട് കെട്ടിക്കൊടുക്കുക, ഇതൊക്കെയായിരുന്നു ഈ പറയപ്പെടുന്ന പുരോഹിതന്റെ പണി. കോൺഗ്രസ് നേതാവ് സോണിയയെ സന്ദർശിച്ച 2 തവണയും അവരുടെ കയ്യിൽ ചരട് കെട്ടിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലതരത്തിലുള്ള വിളക്കുകൾ ഉണ്ടാക്കി, വിളക്കുകൾ വാങ്ങിക്കൊണ്ട് അത് ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റുന്നതാണോ എന്നറിയില്ല, അതെല്ലാം കൊണ്ട് ഇവർക്ക് കൊടുക്കും. നമുക്കറിയാം ഈ ചില സിനിമാക്കാരൊക്കെ അന്ധവിശ്വാസമുള്ളവരും വിശ്വാസമുള്ളവരും ഒക്കെ ഉണ്ട്. അത് തന്നെ ഞാൻ പറയുന്നത് ഒരു വിശ്വാസമല്ല. ശബരിമലയിൽ ഇരിക്കുന്ന വിഗ്രഹം കൊണ്ട് കട്ടളപ്പാൽ വീട്ടിൽ കൊണ്ടുവച്ച് പൂജിക്കുക എന്ന് പറയുന്ന ഒരു വിശ്വാസമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു അന്ധവിശ്വാസമാണെന്ന് പറയും. ക്ഷേത്രത്തിൽ ഇരിക്കുന്നൊരു ക്ഷേത്രത്തിൽ ഇരിക്കേണ്ട, എന്നും പൂജ നടത്തുന്ന, എന്നും പൂജിക്കപ്പെടേണ്ട ചില സാധനങ്ങൾ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവച്ച് പൂജിക്കുന്ന ശരിയായ നടപടിയല്ല. അതൊരു അന്ധവിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ്. ഏതായാലും നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രകാരം ശബരിമലയിലെ എല്ലാ വികസന പദ്ധതികളെയും സ്പോൺസറെ കണ്ടെത്താൻ ദേവസ്വം ബോർഡ് ആശ്രയിച്ചിരുന്നതും ഇയാളെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ആളുകളെ സ്വാധീനിക്കാൻ പ്രസാദവും ചരടും ഈ പറയപ്പെടുന്ന പോറ്റി നൽകിയിരുന്നത്. ശബരിമലയിൽ പൂജാരി എന്ന വിലാസവുമായി തമിഴ്നാട്ടിലെ വിവിധ വീടുകളിൽ പൂജ നടത്തിയിരുന്നു. അവിടെ നിന്ന് ലഭിക്കുന്ന ദക്ഷിണയായിരുന്നില്ല ലക്ഷ്യം, പകരം ദക്ഷിണയേക്കാൾ ഉപരി ഇവരെ സ്പോൺസർമാരാക്കി മാറ്റിയെടുക്കുക എന്നാണ് പറയുന്നത്. ഇവരിൽ നിന്ന് സമ്മാനങ്ങൾ പലരിൽ നിന്നും സ്വീകരിച്ചിട്ടുമുണ്ട്. ഏതായാലും പോറ്റി വലിയ കുരുക്കിലേക്കാണ് പോകുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ തന്ത്രിയുടെ റോൾ എന്താണെന്നതിനെ സംബന്ധിച്ചാണ് ഇതുവരെ നമുക്ക് വ്യക്തത കൈവരാത്തത്. ഏതായാലും വാജിവാഹനത്തെ സംബന്ധിച്ചൊക്കെ വലിയ തർക്കങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്ത്രിക്ക് എത്രമാത്രം ഇതിൽ കൈയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഏതായാലും തന്ത്രി
കൈയുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി കുറ്റകരമായ ചില മൗനം പുലർത്തിയിരുന്നു എന്നുള്ളത് ശരിയാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, നമ്മൾ അതിന്റെ താന്ത്രിക സ്ഥാനത്തിരിക്കുമ്പോൾ, ഒരു ക്ഷേത്രത്തിന്റെ താന്ത്രിക സ്ഥാനത്തിരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ അറിയണം, ഇല്ലെങ്കിൽ അറിയുമ്പോൾ ദേവസ്വം ബോർഡിനെ അറിയിക്കണം, ഇല്ലെങ്കിൽ ഒരു മാധ്യമ സമ്മേളനം വിളിച്ചു കൂട്ടി പോറ്റിക്ക് പറയാവുന്നതേ ഉള്ളൂ. അവിടെ ഒരു കുറ്റകരമായ മൗനം ഏതായാലും തന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോറ്റി കോടിക്കണക്കിന് രൂപയുടെ ആസ്തി കഴിഞ്ഞ് ഈ 2020-നും 2025-നും ഇടയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതൊന്നും ദേവസ്വം ബോർഡ് മന്ത്രിയോ അറിയാതെയല്ല എന്ന് നമുക്ക് എവർക്കും അറിയാം. പക്ഷേ രാഷ്ട്രീയം ദേവസ്വം ബോർഡ് മന്ത്രിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനുമൊക്കെ വലിയ ഒരു മറ തീർക്കുന്നുണ്ട്, ഒരു സുരക്ഷാ വലയം തീർക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അന്വേഷണ സംഘങ്ങളും അവരെ തൊടാൻ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെ ഒന്നും പ്രതി ചേർക്കാതെ, അവരൊന്നും അറിയാതെയാണ് ശബരിമലയിൽ ഇത്രയും വലിയ കൊള്ള നടന്നെന്ന് വിശ്വസിക്കാൻ കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.